കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് CPIM നേതാവ് പി ജയരാജൻ. പരോൾ നൽകിയത് എന്ത് മഹാപരാധമെന്നാണ് പി ജയരാജന്റെ ചോദ്യം. പരോൾ അർഹതയുണ്ടായിട്ടും കഴിഞ്ഞ 6 വർഷമായി കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ലെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ. അരുൺ, കൊടിസുനി എന്ന് പറയുന്ന കൊടിയ ക്രിമിനലിന് നൽകിയ പരോളിനെ പി ജയരാജൻ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ആഷ്മി, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തവനൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന കൊടിസുനിക്ക് 30 ദിവസത്തെ പരോളാണ് ജയിൽ വകുപ്പ് അനുവദിച്ചത്. ഇതേ തുടർന്ന് കൊടിസുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ഇത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും കൊടിസുനിക്കെതിരെ പോലീസ് കേസുകൾ ഉണ്ടായിരുന്നു, പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് പരോൾ നൽകിയതെന്ന് വിമർശനവും ആക്ഷേപവും നിലനിൽക്കുകയാണ് CPIM നേതാവ് പി ജയരാജന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരുന്നത്. ഇതിനു മുമ്പും, അതായത് കൊടിസുനിക്ക് പരോൾ നൽകുന്നതിന് അർഹതയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 വർഷം കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല. ഇത് അതിന് കാരണം അരുൺ, അതിന് കാരണം ഈ കൊടിസുനുണ്ടാക്കി കുറെ കേസുണ്ടായി, അതുകൊണ്ടാണ് പരോൾ വിട്ടാതിരുന്നത്. ആഷ്മി, അത് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അതായത് മറ്റ് കേസുകൾ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ഈ കാലയളവിൽ കൊടിസുനിക്ക് പരോൾ നൽകാതിരുന്നത്. അത് ശരിക്കും ശരിയായ തീരുമാനമാണ് എന്നും പി ജയരാജൻ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ സാഹചര്യത്തിൽ പരോൾ നൽകിയത് കൊടിസുനിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതി, ഈ പരാതിയിൽ കമ്മീഷന്റെ ഇടപെടൽ, ഇതേ തുടർന്ന് മാത്രമാണ് ജയിൽ വകുപ്പ് ഈ 30 ദിവസത്തെ പരോൾ നൽകിയത്. ഇതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളത് എന്നതാണ് ഫേസ്ബുക്കിലൂടെ പി ജയരാജൻ ചോദിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇത്തരത്തിൽ പ്രമാദമായ കേസുകളിലെ പ്രതികൾക്ക് മനുഷ്യാവകാശത്തിന്റെ പേരിൽ പരോളുകൾ നൽകിയിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള സാഹചര്യം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പി ജയരാജൻ പറയുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ പി ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉപദേശക സമിതി അംഗമാണ്. കൊടിയുടെ നിറം നോക്കാതെ തന്നെ ഇത്തരം പ്രതികൾക്ക് ഈ പരോൾ നൽകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നും പി ജയരാജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ ആദ്യമായാണ് കൊടിസുനിയെ പരസ്യമായി ഇത്തരത്തിൽ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ നൽകിക്കൊണ്ട് ഒരു CPIM നേതാവിന്റെ പ്രതികരണം പുറത്തു വരുന്നത് എന്നതാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പരോൾ നൽകിയതിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള തെറ്റില്ല, അതൊരു മഹാപരാധമല്ല, ആ രീതിയിൽ ചിത്രീകരിക്കുന്നതിനെതിരെയാണ് ഈ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. എന്തായാലും അത് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.